ഉണ്ട്. കാല് കൊടുക്കുന്ന അനുസരിച്ച് നമുക്ക് RPM കയറുന്നുണ്ട്. നമ്മൾ മനുഷ്യന്മാർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ അത് കണ്ടുപിടിക്കാനായിട്ട് ഇന്ന് നിരവധി ഉപകരണങ്ങളൊക്കെ ലഭ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ വാഹനങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അത് നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയ നല്ലതല്ലേ? അതും നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു സ്മാർട്ട് ഫോണിലേക്ക് ആ വിവരങ്ങൾ കിട്ടിയാൽ അത് ഏറ്റവും നല്ലതല്ലേ? അപ്പം അതിന് സഹായിക്കുന്ന ഒരു ഉപകരണം, അത് നമുക്ക് നമ്മുടെ ഫോണുമായിട്ട് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഇതുവഴി നമുക്ക് നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല അറിയാൻ പറ്റുന്നത്, മറിച്ച് കുറച്ച് റിയൽ ടൈം ഡാറ്റാസും കൂടെ നമുക്ക് കിട്ടും. ലൈക്ക് ഇൻസ്റ്റൻറ്റ് മൈലേജ്, RPM, ത്രോട്ടിൽ പൊസിഷൻ, ടെമ്പറേച്ചർ, ഇങ്ങനെ ഒട്ടനവധി ഡാറ്റാസും കൂടെ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് ലഭിക്കും. അതും നിങ്ങൾക്കൊരു 400 രൂപ മുതൽ മുടക്കാനുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ വാഹനത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പം വെൽക്കം ടു എ ന്യൂ വീഡിയോ ഓഫ് ട്യൂൺ ഓൺ വീൽസ്. അപ്പം ഇതാണ് ആ ഒരു ഡിവൈസ്, OBD സ്കാനർ അല്ലെങ്കിൽ OBD റീഡർ അങ്ങനെയൊക്കെ പറയും. ഇപ്പം നമ്മൾ മേടിച്ചിട്ടുള്ളത് OBD 2. അപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞാൽ OBD 1 അല്ലെങ്കിൽ നോർമൽ OBD സ്കാനർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഓരോ കാർ ബ്രാൻഡും അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോരോ OBD സ്കാനർ നമ്മൾ യൂസ് ചെയ്യണമായിരുന്നു. അതിനുശേഷം കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേനും എല്ലാം കൂടെ സ്റ്റാൻഡർഡൈസ് ആക്കി. അതായത് എല്ലാ വാഹനങ്ങളിലും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന OBD സ്കാനറുകൾ രംഗത്തെത്തി. അതാണ് OBD 2 എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വരും കാലത്തേക്ക് OBD 3 ഒക്കെ വന്നേക്കാം എന്നൊരു സൂചനയുണ്ട്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പം നമുക്ക് ഈ ഒരു OBD സ്കാനർ ഡിവൈസ് നമ്മുടെ OBD പോർട്ടിലോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പം നോർമലി വാഹനങ്ങൾക്ക് സ്റ്റിയറിങ്ങിൻ്റെ ലെഫ്റ്റ് ഓർ റൈറ്റ് ആ ഒരു പൊസിഷനിലായിട്ടായിരിക്കും വരുന്നത്. അപ്പം നമുക്കിപ്പോൾ വാഗണാറിന് വന്നിട്ടുള്ളത് ഈ സ്റ്റിയറിങ്ങിൻ്റെ താഴെയായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു പോർട്ടിൻ്റെ ഷേപ്പ് നോക്കിയിട്ട് നമുക്ക് നേരെ കുത്താം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിങ്ങനെ കണക്ട് ചെയ്യുവാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇഗ്നീഷൻ ഓൺ അല്ല. ഇത് കണക്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഓൺ ആക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇതിപ്പം പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇഗ്നീഷൻ ഓൺ ചെയ്യാം. അപ്പം ഇത്രയും ചെയ്തതിന് ശേഷം ഇനി നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഡിവൈസ് നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക് കണക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അതിനായിട്ട് നമുക്ക് ആൻഡ്രോയിഡ് ആണോ നമ്മൾ ഉപയോഗിക്കുന്ന iOS ആയിക്കോട്ടെ, അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ആപ്പുകൾ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ആ ഒരു ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഈ ഒരു ഡിവൈസ് മേടിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ ചെറിയൊരു മാനുവൽ പോലെ വരുന്നുണ്ട്. അപ്പം അവർ തന്നെ സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് ആപ്ലിക്കേഷനുകൾ നമുക്ക് ഇവിടെ നോക്കാം. iOSന് വേണ്ടിയിട്ടും ആൻഡ്രോയിഡിന് വേണ്ടിയിട്ടും അവർ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ അതല്ല കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മളല്ലാതെ ടോർക്ക് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ബ്ലൂടൂത്തുമായിട്ട് ജസ്റ്റ് പെയർ ചെയ്യാനായിട്ട് ബ്ലൂടൂത്ത് ഓൺ ആക്കി അതിന് ശേഷം OBD കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ടോർക്കിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഇവിടെ ഈ ഒരു കാറിൻ്റെ സിമ്പിൾ ബ്ലിങ്ക് ചെയ്യുവാണെങ്കിൽ കണക്റ്റ് ആയിട്ടില്ല. അത് സ്റ്റേബിളായിട്ട് കത്തി നിൽക്കുമ്പോഴാണ് കണക്റ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു സൗണ്ടിൻ്റെ ഫീച്ചർ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കുന്നതാണ്. കാരണം കണക്റ്റ് ആകുമ്പോഴും ഡിസ്കണക്റ്റ് ആകുമ്പോഴും അറിയാനായിട്ട്. ഓക്കെ, ഇത്രയും കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നിങ്ങൾക്ക് കയറുമ്പോൾ ഈ ഒരു ആപ്പിലേക്ക് കയറുമ്പോഴത്തേന് കാണിക്കുന്ന ഒരു ഇൻ്റർഫേസ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ഗ്രാഫിങ്, ടെസ്റ്റ് റിസൾട്ട്, മാപ്പ് വ്യൂ, ഫോൾട്ട് കോഡ്, റിയൽ ടൈം ഇൻഫർമേഷൻ, അങ്ങനെ അതുപോലെ തന്നെ കുറേ ഇതുണ്ട് കേട്ടോ. നമ്മളിപ്പം ആദ്യം തന്നെ നമുക്ക് റിയൽ ടൈം ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇതൊന്ന് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അപ്പം റിയൽ ടൈമിലേക്ക് പോകുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനെ കുറേ ഡയൽസ് കാണാം. ഇതൊക്കെ ശരിക്കും ഞാൻ എടുത്തിട്ടേക്കുന്നതാണ്. നമ്മൾ ജസ്റ്റ് കയറുമ്പോഴത്തേനും ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇൻ്റർഫേസ് കിട്ടുന്നത്. അതിനുശേഷം ഇവിടെ ഒരു സെറ്റിങ്സിൽ പോയാൽ നമുക്ക് ആഡ് ഡിസ്പ്ലേ എന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ റിയൽ ടൈം ഡാറ്റ വേണ്ടത് അതൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് മെയിൻ സ്ക്രീനിലേക്ക് ഇടാൻ പറ്റും. അതായത് ഞാനിപ്പോൾ ഇവിടെ ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. സ്പീഡിൻ്റേത്, ത്രോട്ടിൽ, അതുപോലെ തന്നെ RPM, കൂളൻ ടെമ്പറേച്ചർ, ലോഡ്, അതായത് എൻജിൻ ലോഡ്, അങ്ങനെ കുറേ. ഞാൻ ജസ്റ്റ് ഇപ്പോൾ എന്തായാലും റിയൽ ഇൻഫർമേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഇൻഫർമേഷനൊക്കെ ഒന്ന് നോക്കാം. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ ഒരു ഡിസ്പ്ലേയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, മാറ്റങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ത്രോട്ടിൽ കണ്ടോ, കാല് കൊടുക്കുന്ന അനുസരിച്ച് നമുക്ക് RPM കയറുന്നുണ്ട്. അപ്പോൾ എത്ര മാത്രം RPM ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. കണ്ടോ, 4000, 2500. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ എൻജിൻ ലോഡ് കാണിക്കുന്നുണ്ട്, കൂളൻ ടെമ്പറേച്ചർ. അപ്പോൾ ഇങ്ങോട്ട് മാറ്റുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സ്പീഡ്, ഇപ്പോൾ സ്പീഡ് നമുക്ക് ഓടുമ്പോഴത്തേനെ അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ ത്രോട്ടിൽ പൊസിഷനും കാര്യങ്ങളും, അതുപോലെ തന്നെ ടോർക്ക്, ഫ്യൂവൽ യൂസ്ഡ്, ആ ഒരു ഡിസ്പ്ലേ. അത് കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവുമെന്ന് തോന്നുന്നു. കാരണം 0 to 60
അതുപോലെ തന്നെ 0 to 100 kph. ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ചില വണ്ടിയൊക്കെ കമ്പനി ക്ലെയിം ചെയ്യും 0 to 60 കയറാനായിട്ട് ഇത്ര സെക്കൻഡ് മതി, ഇല്ലെങ്കിൽ 0 to 100 കയറാൻ ഇത്ര സെക്കൻഡ് മതി എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ വണ്ടിയുടെ ആ ഒരു പെർഫോമൻസ് നമുക്ക് തന്നെ ഒന്ന് നോക്കാനായിട്ടാണ് ഇങ്ങനെ. അപ്പോൾ അവർ റെഡി കൊടുത്തിട്ട് നമുക്ക് എത്ര സെക്കൻഡ് കൊണ്ട് വണ്ടി ഈ ഒരു സ്പീഡ് അറ്റൈൻ ചെയ്യുന്നത് നമുക്ക് തന്നെ നോക്കാൻ പറ്റും. അതിൻ്റെയാണ് ഈ ഒരു ഡിസ്പ്ലേ ഒക്കെ. ടോർക്ക് പോലെ തന്നെയുള്ള മറ്റൊരു ആപ്ലിക്കേഷനാണ് ഇൻഫോകാർ. പക്ഷേ ഇതിൻ്റെ ഇൻ്റർഫേസ് കുറച്ചുകൂടെ സിമ്പിളാണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതിൽ നമുക്ക് ആവറേജ് മൈലേജ്, അതുപോലെ ഇൻസ്റ്റൻറ്റ് മൈലേജ്, അതായത് ഈ ഒരു ത്രോട്ടിൽ പൊസിഷനിൽ വണ്ടി എത്ര കിലോമീറ്റർ ഉണ്ട്, അതായത് പക്ക ആയിട്ടുള്ള മൈലേജൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിലാണെന്ന് വെക്കുക, അതായത് ഒരു ഐഡിലായിട്ട് കിടക്കുമ്പം എത്രമാത്രം ഫ്യൂവൽ ഫ്ലോ ഉണ്ട് അതൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഫോൾട്ട് കോഡ്. നമ്മുടെ വാഹനത്തിൻ്റെ ക്ലസ്റ്ററിൽ ഇപ്പോൾ ചെക്ക് എഞ്ചിൻ ലൈറ്റ് കത്തിന്ന് വെക്കുക. ഈ ഒരു ഓറഞ്ച് കളറിൽ കാണിക്കുന്ന ഈ ഒരു ഇൻഡിക്കേഷനാണ് ചെക്ക് എഞ്ചിൻ ലൈറ്റ്. അപ്പം നമുക്ക് മനസ്സിലാവും എഞ്ചിൻ അല്ലെങ്കിൽ സെൻസർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു ഫോൾട്ട് അവിടെ വന്നിട്ടുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് പ്രോപ്പറായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു OBD ഡിവൈസിൻ്റെ സഹായത്തോടെ. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ OBD സ്കാനർ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫോൾട്ട് കോഡ്സ് എടുക്കുക. അതിന് ശേഷം നിങ്ങൾ ഇങ്ങനൊരു ഡിസ്പ്ലേയിലോട്ട് ചെല്ലും. ഇതിൽ ഈ സ്കാൻ എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് പോയാൽ നിങ്ങൾക്ക് സ്കാൻ ചെയ്തതിന് ശേഷം എന്താണോ ഫോൾട്ട്, ആ ഒരു ഫോൾട്ട് കോഡാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പം നമുക്കിപ്പം 100% ആയി കഴിഞ്ഞപ്പോഴത്തേനും നോ ഫോൾട്ട് എന്നാണ് കാണിച്ചത്. അതായത് ഇപ്പം നമ്മുടെ വാഹനത്തിനൊരു പ്രശ്നമില്ല, അതായത് ചെക്ക് എഞ്ചിൻ ലൈറ്റ് ഒന്നും കത്തിയിട്ടില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുവാണ്. അപ്പം നിങ്ങളിപ്പോൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ വാഹനത്തിൽ ഇപ്പോൾ ചെക്ക് എഞ്ചിൻ ലൈറ്റ് കത്തിക്കിടന്ന സിറ്റുവേഷനാണ്. നിങ്ങൾ ഫോൾട്ട് കോഡ് സ്കാൻ ചെയ്തു, ഇവിടെ ഒരു ഫോൾട്ട് കോഡ് നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് പറഞ്ഞു തരും. ഏത് സെൻസർ കംപ്ലൈൻ്റ് ആണ് കറക്റ്റായിട്ട് നമുക്ക് അവിടുന്ന് മനസ്സിലാവും. അപ്പം ഏത് സെൻസറാണെന്ന് കണ്ടാൽ പിന്നെ നമുക്ക് ആ ഒരു സെൻസറിനെ എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ആ ഒരു വാർണിംഗ് ലൈറ്റ് വന്നെന്നായിരിക്കും കാണിക്കുന്നത്. അതായത് ഇപ്പം ഒരു സെൻസറിന് തന്നെ പല കംപ്ലയിൻറ്റ്സ് വരാമല്ലോ. അപ്പം പോസിബിൾ ആയിട്ടുള്ള കുറച്ച് കംപ്ലയിൻറ്റ്സും കൂടെ നമുക്ക് അവിടുന്ന് മനസ്സിലാവും. അപ്പം നിങ്ങൾ ഇപ്പോൾ സെൻസർ ഏതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പം ചിലപ്പം ചെറിയൊരു ലൂസ് കംപ്ലയിൻ്റ് കൊണ്ടായിരിക്കും ആ ഒരു ചെക്ക് എഞ്ചിൻ ലൈറ്റ് കത്തിയത്, ഇല്ലെങ്കിൽ ക്ലാവ് ഉണ്ടായിരിക്കും അതിനകത്ത്, ചിലപ്പം വല്ല പൊടി കയറുന്നതായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഉള്ള നിസ്സാരമായ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾക്ക് തന്നെ ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. അതായത് എന്തെങ്കിലും ഇതുപോലെ പ്രോപ്പർ ഫിറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ഊരി കുത്തിയാൽ ചിലപ്പം ആ ഒരു ഫോൾട്ട് അവിടെ നിന്ന് മാറും. അപ്പം നമ്മൾ എന്തെങ്കിലും ഇതുപോലെ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ പോയി ഫിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ സ്കാൻ ചെയ്യുക, ആ ഫോൾട്ട് കോഡ് കാണിക്കുന്നുണ്ടോ നോക്കുക. അപ്പം പിന്നെ കാണിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ പ്രോബ്ലം തന്നെ ഫിക്സ് ആക്കി. ഇനി മേജർ കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വർക്ക്ഷോപ്പിൽ പോകണം. അപ്പം നമ്മൾ പ്രോപ്പറായിട്ട് പ്രോബ്ലം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ക്ലസ്റ്ററിൽ നിന്ന് ആ ഒരു വാർണിംഗ് ലൈറ്റ് പോയിട്ടുണ്ടാവില്ല. കാരണം അത് അവിടെ ഒരു ഹിസ്റ്ററി ആയിട്ട് അപ്പോഴും കിടക്കും. അപ്പം നമ്മൾ പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്തതിന് ശേഷം അത് അവിടെ നിന്ന് കളയാനായിട്ട് നമുക്ക് സെയിം ഡിസ്പ്ലേയിൽ തന്നെ ഇവിടെ സെറ്റിങ്സിൻ്റെ അവിടെ ഫസ്റ്റ് ഓപ്ഷൻ ക്ലിയർ ഫോൾസ് ഓൺ ECU എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ഡാഷിൽ നിന്നും ആ ഒരു ഇൻഡിക്കേഷൻ കളയാൻ പറ്റും. ഇനി വേറൊരു കാര്യം, നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഫോൾട്ട് ഫിക്സ് ചെയ്യാതെ തന്നെ ഈ ഒരു ക്ലിയർ ചെയ്ത് കളയാൻ പറ്റും നമ്മുടെ ഡാഷിൽ നിന്ന്. പക്ഷേ അപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് ഇഷ്യൂ ഫിക്സ് ചെയ്യാത്തതുകൊണ്ട് അപ്പോഴത്തേനും ആ ഒരു വാർണിംഗ് ലൈറ്റ് പോയാലും അത് പിന്നെയും വരും. കാരണം പ്രശ്നം സ്റ്റിൽ അവിടെ ഉള്ളതുകൊണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ ആ ഒരു പ്രോബ്ലം ഫിക്സ് ചെയ്യാതെ ആ ഒരു സംഭവം കളയേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു OBD സ്കാനർ ശരിക്കും ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ കാരണം ഈ ഒരു റിയൽ ടൈം ഡാറ്റാസിന് മാത്രം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൾട്ട് കോഡിൻ്റെ ഉപയോഗിക്കാം, എന്താണ് വണ്ടിക്ക് പ്രശ്നം എന്ന് അറിയാനായിട്ട്. കാരണം എന്തുകൊണ്ടാണ് ആ ഒരു ചെക്ക് എഞ്ചിൻ ലൈറ്റ് കത്തിയെന്നൊക്കെ അറിയാനായിട്ട് ഉപയോഗിക്കാം. മറിച്ച് നിങ്ങൾ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നത് തന്നെ ചെയ്യുന്നതിലും ഏറ്റവും നല്ലത് നല്ല ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പിൽ പോയി കാണിച്ച് അത് സോൾവ് ചെയ്യുന്നതായിരിക്കും. കാരണം അറിയത്തില്ലാത്തൊരു പണി ചെയ്താൽ മുറിവേദന ആളെ കൊല്ലുന്നൊക്കെ പറഞ്ഞ പോലെ ഇരട്ടി തലവേദനയാണ്. സോ നിങ്ങൾ എന്തായാലും നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ മാത്രം ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ഉറപ്പായിട്ടും ബാക്കിയുള്ളവരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക, ബാക്കിയുള്ളവരും കൂടെ ഒന്ന് അറിഞ്ഞേക്കട്ടെ. അപ്പം മറ്റൊരു കിടുക്കാച്ച് വിട്ടിട്ടാണ് വരെ. ബൈ.